എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് സാഹസികമായ യാത്ര, ലോകത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു യാത്രയാണ്. ആ യാത്രയുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ്? അമരോത്ഭവ മാതാവാണ്. അത് അവരുടെ വിശ്വാസമാണ്. വാസ്കോ ഡ ഗാമയുടെ നെഞ്ചിൽ ഒരു പ്ലേറ്റാണ് സ്വർണത്തിൻ്റെ പലക, അതിന്മേൽ അമരോത്ഭവ മാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സാമുദ്രി എടുത്ത് വന്നപ്പോൾ സാമുദ്രിക്ക് കുറച്ച് സ്വർണവും ഒക്കെ പൊട്ടീസ് രാജാവ് കൊടുത്തു വിട്ടായിരുന്നു. അതൊക്കെ കാഴ്ചവെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ഈ ചെവി തിന്ന ആൾക്കാർ പറഞ്ഞ് ആ നെഞ്ചത്ത് കിടക്കണ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വർണ്ണമാണെന്ന് വിചാരിച്ചൊരു സാമുദ്രി അത് ചോദിച്ചു. കേരളപ്പഴമേൽ ഗുണ്ടേട്ടൻ്റെ പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ സാമുദ്രിയോട് ഈ അമരോത്ഭവ മാതാവിനെ കൊത്തി വെച്ചിരിക്കുന്ന ഈ സ്വർണ്ണ പ്ലേറ്റാണ്, മരത്തിൽ പ്ലേറ്റാണ് ചോദിച്ചത്. അത് സ്വർണ്ണമാണെന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. അപ്പോൾ വാസ്കോ ഡ ഗാമ പറയും ഇത് തരികയിലെന്ന് ദുഫാഷിയുടെ കൂടെ പറഞ്ഞു. ഈ ഭാഷ തർജ്ജമ ചെയ്യുന്ന ആളോട് പറയും ഇത് തരികയില. എന്താ കാര്യം? ഇത് സ്വർണ്ണമല്ല, ഇത് സ്വർണ്ണമായാലും തരത്തില്ല. കാര്യം സ്വർണ്ണത്തേക്കാൾ വിലയുണ്ട്. ഇവളാണ് ഞങ്ങളെ കടലിൽ വെച്ച് രക്ഷിച്ചത്, അമരോത്ഭവ മാതാവ്. അപ്പം അവിടെയൊക്കെ വിശ്വാസം അതാണ്. അവരൊക്കെ ഈ ലോകത്തിൽ ഇന്ന് ജയിച്ചവരാണ്, ചരിത്രത്തിൻ്റെ പുരുഷന്മാരുടെ ഉണ്ടെങ്കിൽ അതിന് പിന്നിലെല്ലാം എല്ലാ വിജയത്തിന് മുമ്പിലും ഒരു സ്ത്രീയുണ്ട്. ക്രിസ്തുവിൻ്റെ ആയാലും വാസ്കോ ഡ ഗാമയുടെ ആയാലും എല്ലാം. അതായത് നമ്മളെ മാതാവിൻ്റെ മധ്യസ്ഥം സത്യസന്ധമാണ്. മാതാവിൻ്റെ മധ്യസ്ഥത്തിനുള്ളതാണ്. യേശുവിൻ്റെ ജീവിതം ജീവിച്ച് സാക്ഷ്യമാകാനുള്ളതാണ്. അങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കും ക്രിസ്തുവിനെ കൈമാറുന്നവർക്കും മാതാവ് കൂടിയേ തീരത്തുള്ളൂ. എന്താ കാര്യം? മാതാവാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചതും, മാതാവാണ് വയറ്റിട്ട് വളർത്തിയതും, മാതാവാണ് വീട്ടിൽ നിർത്തി വളർത്തിയതും, മാതാവാണ് പരസ്യത്തിൽ കൂടെ പോയതും. കുരിശിൻ്റെ ചുവട്ടുവരെ നിന്നിട്ട് ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇഷ്ടം നിറവേറ്റെന്ന് പറഞ്ഞ ആ വാക്ക് രക്തത്തിൽ ചവിട്ടുന്ന പാലിച്ച അമ്മയാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥം മാതൃകയുമാണ്. അമ്മയുടെ മധ്യസ്ഥം അപ്രതിരോധ്യമാണ്. ദൈവത്തിന് പോലും അമ്മയുടെ മധ്യസ്ഥം പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമയമായില്ലെന്ന് പറഞ്ഞിട്ട് പോലും കർത്താവ് സമയമാക്കി അമ്മയുടെ വാക്ക് ബഹുമാനിച്ചത്.